നോ തിര്യഞ്ചം ന മർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മ ജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹു ശിഷ്ടം യസ്യ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണ വിദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. നോ തിര്യഞ്ചം ന മർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മ ജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹു ശിഷ്ടം യസ്യ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണ വിദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. ഗുരുവായൂരപ്പ, തേ രൂപം തിര്യഞ്ചം നോ. അങ്ങയുടെ സ്വരൂപം പശു പക്ഷാദികളായിട്ടല്ല. മൂന്നാം ശ്ലോകത്തിൽ പറയണു, തേ രൂപം തിര്യഞ്ചം നോ. ഗുരുവായൂരപ്പ, അങ്ങയുടെ സ്വരൂപം പശു പക്ഷാദികളായിട്ടല്ല. ന മർത്യം ന ച സുരം ന അസുരം. ന മർത്യം ന ച സുരം ന അസുരം. മനുഷ്യനായിട്ടല്ല, ദേവനായിട്ടല്ല, അസുരനായിട്ടല്ല. ന മർത്യം ന ച സുരം ന അസുരം. മനുഷ്യനായിട്ടല്ല, ദേവനായിട്ടല്ല, അസുരനായിട്ടല്ല. ന സ്ത്രിയം നോ പുമാംസം. ന സ്ത്രിയം നോ പുമാംസം. സ്ത്രീയായിട്ടല്ല, പുരുഷനായിട്ടുമല്ല. ന സ്ത്രിയം നോ പുമാംസം. സ്ത്രീയായിട്ടല്ല, പുരുഷനായിട്ടുമല്ല. ദ്രവ്യം കർമ്മ ജാതിം ഗുണം അപി. ദ്രവ്യം കർമ്മ ജാതിം ഗുണം അപി എന്ന് പറയുമ്പോൾ, ദ്രവ്യം എന്ന് പറയുമ്പോൾ വിഷയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, കർമ്മ എന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളും, ജാതിം ബ്രാഹ്മണൻ തുടങ്ങിയവയും, ഗുണം അപി ജ്ഞാനേന്ദ്രിയങ്ങളും. അപ്പൊ ദ്രവ്യം കർമ്മ ജാതിം ഗുണം അപി എന്ന് പറയുമ്പോൾ വിഷയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബ്രാഹ്മണൻ തുടങ്ങിയവയും ജ്ഞാനേന്ദ്രിയങ്ങളും. സത് അസത് വാ അപി ന ആഹു. സത് അസത് വാ അപി ന ആഹു. സത്തും അസത്തും ആയതും. സത് അസത് വാ അപി ന ആഹു. സത്തും അസത്തും ആയതും അല്ലെന്ന് ന ആഹു മഹാത്മാക്കൾ പറയുന്നു. അപ്പോ ദ്രവ്യം കർമ്മ ജാതിം ഗുണം അപി, വിഷയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബ്രാഹ്മണൻ തുടങ്ങിയവയും ജ്ഞാനേന്ദ്രിയങ്ങളും. സത് അസത് വാ അപി ന ആഹു. സത്തും അസത്തും ആയതും അല്ലെന്ന് മഹാത്മാക്കൾ പറയുന്നു. പിന്നെ പറയണു, നിഷേധേ സതി യത് ശിഷ്ടം സ്യാത്. ഗംഭീരങ്ങളായ വളരെ ആഴമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിഷേധേ സതി യത് ശിഷ്ടം സ്യാത്.
മുൻ പറഞ്ഞവയെ എല്ലാറ്റിനെയും നിഷേധിക്കുമ്പോൾ യാതൊന്ന് ശേഷിച്ചതായി ഭവിക്കും. നിഷേധേ സതി യത് ശിഷ്ടം സ്യാത് എന്ന് പറയുമ്പോൾ മുൻ പറഞ്ഞവയെ എല്ലാം നിഷേധിക്കുമ്പോൾ യാതൊന്ന് ശേഷിച്ചതായി ഭവിക്കും. അതായത് ഇതല്ല ഇതല്ല അതല്ല ഇതല്ല എന്ന് എല്ലാത്തിനെയും നിഷേധിക്കുമ്പോൾ ബാക്കി എന്താണ്? അത്. അതാണ് പറഞ്ഞ നിഷേധേ സതി. അപ്പൊ ഇവിടെ നിഷേധിക്കുന്നു. പശുപക്ഷ്യാദികളായിട്ടല്ല, മനുഷ്യനല്ല, ദേവനല്ല, അസുരനല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, പിന്നെ വിഷയങ്ങള് അല്ല, കർമ്മേന്ദ്രിയങ്ങളും ബ്രാഹ്മണൻ തുടങ്ങിയവയും ജ്ഞാനേന്ദ്രിയങ്ങളും അല്ല, സത്തും അസത്തും ആയതും അല്ല. ഇപ്രകാരം എല്ലാറ്റിനെയും നിഷേധിക്കുമ്പോൾ ബാക്കി ഉള്ളത് എന്ത്? അത് ആണ്. അതാണ് പറഞ്ഞ നിഷേധേ സതി യത് ശിഷ്ടം സ്യാത്. മുൻ പറഞ്ഞവയെ എല്ലാം നിഷേധിക്കുമ്പോൾ യാതൊന്ന് ശേഷിച്ചതായി ഭവിക്കും. നിഷേധേ സതി യത് ശിഷ്ടം സ്യാത് എന്ന് പറയുമ്പോൾ മുൻ പറഞ്ഞവയെ എല്ലാം നിഷേധിക്കുമ്പോൾ യാതൊന്ന് ശേഷിച്ചതായി ഭവിക്കും. തത് അത്. എല്ലാം നിഷേധിച്ച ബാക്കി ഏതാച്ച അത്. തത് അത് നിഗമശതൈഹി ലക്ഷണാവൃത്തിത എന്നൊക്കെ പറയണം. നിഗമശതൈഹി ലക്ഷണാവൃത്തിത. തത് നിഗമശതൈഹി ലക്ഷണാവൃത്തിത എന്ന് പറയുമ്പോൾ അത് അസംഖ്യം ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട്, തത് നിഗമശതൈഹി ലക്ഷണാവൃത്തിത എന്ന് പറയുമ്പോൾ അത് അസംഖ്യം ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട്, ലക്ഷണങ്ങളെ കൊണ്ട് അറിയുന്നത് എന്ന് പറയാം. ലക്ഷണാവൃത്തിത എന്നൊക്കെ പറയുമ്പോൾ അപ്പോ തത് നിഗമശതൈഹി ലക്ഷണാവൃത്തിത. അത് അസംഖ്യം ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട്, ലക്ഷണങ്ങളെ കൊണ്ട് അറിയുന്നത്. പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല എന്ന് പറയണു. കൃച്ഛ്രേണ ആവേദ്യമാനം ശ്ലോകത്തിൽ പറയുന്നു. വളരെ പ്രയാസപ്പെട്ടറിയുന്നതും എന്നാണ്. കൃച്ഛ്രേണ ആവേദ്യമാനം, വളരെ പ്രയാസപ്പെട്ട് അറിയുന്നതും. പിന്നെ പരമസുഖമയം ഭാതി ആണ്. പരമസുഖമയം ഭാതി, ബ്രഹ്മാനന്ദ സ്വരൂപവുമായി ശോഭിക്കുന്നു. പരമസുഖമയം ഭാതി എന്ന് പറയുമ്പോൾ ബ്രഹ്മാനന്ദ സ്വരൂപവുമായി ശോഭിക്കുന്നു. തസ്മൈ തേ നമഃ. ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം ആണ്. വളരെ ഗഹനങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നല്ലവണ്ണം മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ്. അപ്പോൾ തസ്മൈ തേ നമഃ. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഒരു പ്രാവശ്യം കൂടി പറയാം. തേ രൂപം തിര്യഞ്ചം നോ. ഗുരുവായൂരപ്പ, അങ്ങയുടെ സ്വരൂപം പശു പക്ഷ്യാദികളായിട്ടല്ല. ന മർത്യം ന ചസുരം ന അസുരം. മനുഷ്യനായിട്ടല്ല, ദേവനായിട്ടല്ല, അസുരനായിട്ടല്ല. ന സ്ത്രീയം നോ പുമാംസം. സ്ത്രീയായിട്ടല്ല, പുരുഷനായിട്ടും അല്ല. പിന്നെ ദ്രവ്യം കർമ്മ ജാതിം ഗുണം അപി. വിഷയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബ്രാഹ്മണൻ തുടങ്ങിയവയും ഗുണമപി എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ സത്
അസത് വാ അപി ന ആഹു. സത്തും അസത്തും ആയതും അല്ലെന്ന് ന ആഹു. അപ്പൊ സത്തും അസത്തും എന്നാണ്. സത് അസത് വാ അപി ന ആഹു എന്നാണ്. സത്തും അസത്തും ആയതും അല്ലെന്ന് ആഹു എന്ന് പറയുമ്പോൾ മഹാത്മാക്കൾ പറയുന്നു. അപ്പോ ഗുരുവായൂരപ്പ തേ രൂപം തിര്യഞ്ചെന്നോ, അങ്ങയുടെ സ്വരൂപം പശുപക്ഷ്യാദികളായിട്ടല്ല. ന മർത്യം ന ചസുരം ന അസുരം. ന അസുരം മനുഷ്യനായിട്ടല്ല, ദേവനായിട്ടല്ല, അസുരനായിട്ടല്ല. ന സ്ത്രീയം നോ പുമാംസം സ്ത്രീയായിട്ടല്ല, പുരുഷനായിട്ടല്ല, പുരുഷനായിട്ടും അല്ല. ദ്രവ്യം കർമ്മ ജാതിം ഗുണം അപി, വിഷയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബ്രാഹ്മണൻ തുടങ്ങിയവയും ജ്ഞാനേന്ദ്രിയങ്ങളും സത് അസത് വാ അപി ന, സത്തും അസത്തും ആയതും അല്ലെന്ന് ആഹു എന്ന് പറയുമ്പോൾ മഹാത്മാക്കൾ പറയുന്നു. സത് അസത് വാ അപി ന ആഹു എന്ന് പറയുമ്പോൾ സത്തും അസത്തും ആയതും അല്ലെന്ന് ആഹു മഹാത്മാക്കൾ പറയുന്നു. ഇപ്രകാരം നിഷേധേ സതി യത് ശിഷ്ടം സ്യാത് എന്നാണ്. ഇപ്രകാരം മുൻ പറഞ്ഞവയെ എല്ലാം നിഷേധിക്കുമ്പോൾ യാതൊന്ന് ശേഷിച്ചതായി ഭവിക്കും. നിഷേധേ സതി യത് ശിഷ്ടം സ്യാത്, മുൻപ് പറഞ്ഞവയെ എല്ലാം നിഷേധിക്കുമ്പോൾ യാതൊന്ന് ശേഷിച്ചതായി ഭവിക്കും. അത് ആ ശേഷിച്ചതായി ഭവിക്കുന്നത് എന്തോ അത് ആണ്. തത് നിഗമസതൈഹി ലക്ഷണാവൃത്തിത, അത് അസംഖ്യം ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് ലക്ഷണാവൃത്തിത എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങളെ കൊണ്ട് അറിയുന്നത് എന്ന് പറയാം. അപ്പൊ തത് നിഗമസതൈഹി ലക്ഷണാവൃത്തിത എന്നാണ്. അത് അതായത് എല്ലാം നിഷേധിച്ച് ഇതല്ല അതല്ല അതല്ല എന്ന് പറഞ്ഞ് എല്ലാം നിഷേധിച്ച് ബാക്കിയുള്ളത് ഏതാണോ, ബാക്കിയുള്ളത് എന്താണോ അത് തത് നിഗമസതൈഹി ലക്ഷണാവൃത്തിത ആണ്. അസംഖ്യം ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് ലക്ഷണങ്ങളെ കൊണ്ട് അറിയുന്നത്. പിന്നെ എളുപ്പമല്ല കാര്യം എന്നാണ് പറയുന്നത്. അറിയാൻ എളുപ്പമല്ല. അതാണ് ശ്ലോകത്തിൽ പറയുന്നു, കൃച്ഛ്രേണ ആവേദ്യമാനം, വളരെ പ്രയാസപ്പെട്ട് അറിയുന്നതും. പരമസുഖമയം ഭാതി, ബ്രഹ്മാനന്ദ സ്വരൂപവും ആയി ശോഭിക്കുന്നു. അപ്പൊ വളരെ പ്രയാസപ്പെട്ട് അറിയുന്നതും പരമസുഖമയം ഭാതി എന്ന് പറയുമ്പോൾ ബ്രഹ്മാനന്ദ സ്വരൂപവും ആയി ശോഭിക്കുന്നു. കൃച്ഛ്രേണ ആവേദ്യമാനം പരമസുഖമയം ഭാതി എന്ന് പറയുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് അറിയുന്നതും ബ്രഹ്മാനന്ദ സ്വരൂപവും ആയി ശോഭിക്കുന്നു. തസ്മൈ തേ നമ, അപ്രകാരമുള്ള ഗുരുവായൂരപ്പ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം.